പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ അരക്കൊല്ല പരീക്ഷയുടെ സെക്കൻഡ് ടൈം എക്സാമിനേഷൻ്റെ 2017-18 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അവലോകനമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ഈ മാതൃകയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഈ പ്രാവശ്യവും ഏറെക്കുറെ വരിക എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു അവലോകനം നമ്മൾ നടത്തുന്നത്. ഇതിൽ ആദ്യത്തെ ഏതാനും സമയം 5 പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. 6 പ്രവർത്തനങ്ങൾ ഉണ്ടാവും. മൊത്തം 5 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ് ഈ പ്രാവശ്യം മുതൽക്കുള്ള വർക്ക്. ഇത് 2017-18 5 പ്രവർത്തനത്തിന് 5നും ഉത്തരം എഴുതേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത്. ഈ വർഷം മുതൽക്ക് 6 പ്രവർത്തനം കൊടുക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ 15 മിനിറ്റ് കുട്ടികൾക്ക് ചോദ്യപേപ്പർ വായിച്ച് നോക്കാനുള്ള കൂൾ ടൈം ആയിരിക്കും. മൊത്തം പേപ്പർ കിട്ടിയ ഉടനെ ചോദ്യപേപ്പർ വായിച്ച് നോക്കുക. മൊത്തം ചോദ്യങ്ങൾ വായിച്ച് നോക്കുന്ന സമയമാണ്. ആ സമയം പരീക്ഷ എഴുതുന്ന സമയമല്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസിനും 5 പോയിൻ്റാണ് ഉണ്ടാവുക. ABCDE എന്നുള്ള നിലയിൽ 5 പോയിൻ്റാണ് ഉണ്ടാവുക. അത് ഗ്രേഡ് പോയിൻ്റാണ്. ഈ ഗ്രേഡ് പോയിൻ്റ് പിന്നെ ഒന്നായിട്ട് കൂട്ടിയതിന് ശേഷം ഓവറോൾ ഗ്രേഡ് Aയോ Bയോ Cയോ ആയിട്ട് കാണുകയാണ് ചെയ്യുക. ഇത് നമ്മൾ പ്രവർത്തനം തുടങ്ങാം. ഒന്നാമത്തെ ആക്ടിവിറ്റി ഒരു കോൺവെർസേഷനാണ്, ഒരു സംഭാഷണമാണ്. ആദ്യം ഒന്ന് വായിച്ച് നോക്കുക. കോൺവെർസേഷൻ. ദ കാറ്റ് വാസ് ദ വിന്നർ ഇൻ ദി ജംഗിൾ ഫൈറ്റ്. ദ ഡ്രമ്മർ വെൻറ്റ് ബാക്ക് ടു ദി പാലസ് ടു ഇൻഫോം ദ കിങ് അബൌട്ട് ഇറ്റ്. ഹി മെറ്റ് ദ കിങ്. ഇത് സന്ദർഭം ജംഗിൾ ഫൈറ്റ് എന്ന പാഠവുമായി ബന്ധപ്പെട്ട ഒരു വർക്കാണ്. ആ ഫൈറ്റിനെ കുറിച്ച് ആലോചിക്കുക. എന്നിട്ട് ഫൈറ്റ് സമാപിച്ചു. കാറ്റ് വിന്നറായി. അങ്ങനെ കാറ്റിന് വളരെ സന്തോഷം ഉണ്ടായി. ഡ്രമ്മർ പാലസിൽ പോയിട്ട് ഈ കാറ്റിൻ്റെ വിജയം രാജാവിനോട് പറയുകയാണ്. അങ്ങനെ മെറ്റ് ദി കിങ്. ഹി മെറ്റ് ദി കിങ്. ഡ്രമ്മർ രാജാവിനെ കണ്ടു. എന്നിട്ട് റൈറ്റ് ദ പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദി കിങ് ആൻഡ് ദി ഡ്രമ്മർ എന്നാണ്. ഡ്രമ്മറിൻ്റെയും അതുപോലെ തന്നെ രാജാവിൻ്റെയും ഇടയിലുള്ള സംഭാഷണം എഴുതാനാണ് പറയുന്നത്. സംഭാഷണത്തിന് ഏതാനും വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കുറഞ്ഞ വാക്കുകൾ മാത്രം നമ്മൾ പൂരിപ്പിച്ചാൽ മതി. ഒരു കോൺവെർസേഷൻ എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ശ്രദ്ധിച്ചെഴുതിയാൽ മാത്രമേ നമുക്ക് 5 പോയിന്റ് ലഭിക്കുകയുള്ളൂ. അതിലൊന്ന്, സന്ദർഭത്തിന് അനുയോജ്യമായ കാര്യങ്ങളായിരിക്കണം എഴുതേണ്ടത്. ഇംഗ്ലീഷിൽ പറയാലത് റെലവൻറ്റ് ടു ദി കോണ്ടെക്സ്റ്റ് എന്നാണ് പറയാറുള്ളത്. സന്ദർഭത്തിന് അനുയോജ്യമായ കാര്യങ്ങളായിരിക്കണം എഴുതേണ്ടത്. അങ്ങനെ എഴുതുക 2 പോയിന്റ് ആ സന്ദർഭത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ എഴുതിയാൽ കിട്ടും. അതുപോലെ തന്നെ ഒരു നല്ല തുടക്കവും ഒരു ഒടുക്കവും വേണം കോൺവെർസേഷന്. ഇംഗ്ലീഷിൽ പറയാം പ്രോപ്പർ ഇനിഷ്യേഷൻ ആൻഡ് കൺക്ലൂഷൻ എന്നാണ് സാധാരണ പറയാറുള്ളത്. നല്ലൊരു തുടക്കവും ഒരു ഒടുക്കവും അങ്ങനെ ഉണ്ടെങ്കിൽ 2 പോയിന്റ് അതിനും ലഭിക്കും. പിന്നെ നല്ല സെൻറ്റൻസ്, നല്ല രീതിയിൽ സെൻറ്റൻസ് ഗ്രാമറൊന്നും തെറ്റിക്കാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്കും ലഭിക്കും. ഇങ്ങനെ 2ഉം 2ഉം 1 മാർക്കാണ്. അങ്ങനെ 5 മാർക്കാണ് ഈ ആക്ടിവിറ്റി കോൺവെർസേഷന് ലഭിക്കുക. അത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം കോൺവെർസേഷനിൽ സംഭാഷണം എഴുതേണ്ടത്. എന്തെങ്കിലും എഴുതി വെച്ചാൽ മാർക്ക് ലഭിക്കുകയില്ല എന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് തുടങ്ങാം. കിങ് പറയണ ഹൂ ഈസ് ദി വിന്നർ? ആരാകുന്നു വിന്നർ എന്ന് ഡ്രമ്മറോട് ചോദിക്കുകയാണ്. അപ്പോൾ ഡ്രമ്മർ മറുപടി പറയും. ആരാ വിന്നർ? എല്ലാ കുട്ടികൾക്കും അറിയാം, ദ കാറ്റ്. ഇവിടെ കാറ്റ് എന്ന് എഴുതിയാൽ ദ കാറ്റ് ഈസ് വിന്നർ എന്ന് വേണമെങ്കിൽ എഴുതാം. സിമ്പിളായിട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ദ കാറ്റ്. അപ്പം കിങ് ചോദിക്കുക വേർ എന്ന് ഇവിടെ ഉണ്ട്, ബാക്കി കൂടി ഇവിടെ ചേർത്ത് എഴുതണം. അപ്പോൾ സ്വാഭാവികമായിട്ടും കിങ് ചോദിക്കാൻ എന്തായിരിക്കും? വേർ ഈസ് ഹി എന്ന് ചോദിക്കും, അല്ലെങ്കിൽ വേർ ഈസ് ദി കാറ്റ് എന്ന് ചോദിക്കും. രണ്ടിലെന്തെങ്കിലും ഒന്ന് എഴുതാം. എവിടെയാണ് കാറ്റ്? അപ്പോൾ ഡ്രമ്മർ പറയാണ് ഈ തായ് ഭാഗത്തുള്ളോടും കൂടി വായിച്ചാൽ മേലെ എന്താണ് എഴുതേണ്ടത് എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ ദ കാറ്റ് ഈസ് ഇൻ ദി ജംഗിൾ. കാറ്റ് കാട്ടിലുണ്ട് എന്ന് പറയാണ്. അപ്പം കിങ് ആണ് പറയുന്നത്. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. കിങ് പറയണം സ്വാഭാവികമായിട്ടും കാറ്റിനെ ഇങ്ങോട്ട് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയണം. ബ്രിങ് ഹിം ഹിയർ എന്ന് പറയാം. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരൂ, കാറ്റിനെ ഇവിടെ എത്തിക്കൂ എന്ന് പറയാം. അപ്പം ഡ്രമ്മർ രാജാവിൻ്റെ കൽപ്പനയാണ്. യെസ് അവർ മജസ്റ്റി, രാജാവേ ഞാൻ അംഗീകരിച്ചു, ഞാനിപ്പോൾ ചെയ്യാം. അടിയൻ എന്നൊക്കെ പറയില്ലേ, അതിനുപയോഗിക്കുന്ന വാക്കാണ് യെസ് അവർ മജസ്റ്റി. ഞങ്ങളുടെ രാജാവേ ഞാനിത്
ഇപ്പോൾ ചെയ്യാമെന്നുള്ളത്. ഈ രീതിയിൽ നേരത്തെ പറഞ്ഞ മാതിരി സന്ദർഭത്തിനനുസരിച്ച് നല്ലൊരു സംഭാഷണം എഴുതിയാൽ 5 പോയിന്റ് ലഭിക്കും. അങ്ങനെ ഈ ആക്ടിവിറ്റി 1 നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയും. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്, അത് അടുത്ത പേജിലാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. അടുത്ത രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ആഡ് മോർ ലൈൻസ് എന്ന് പറയുന്ന പ്രവർത്തനമാണ്. വരികൾ കൂട്ടിച്ചേർക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. സാം ആൻഡ് ലിസി ഗോട്ട് ന്യൂ ഫ്രണ്ട്സ്. സാമിനും ലിസിക്കും പുതിയ ഫ്രണ്ടുകളെ കിട്ടി. ദേ വർ ഹാപ്പി. അവർ വളരെ സന്തോഷവാന്മാരായിരുന്നു. ദേ ബിഗാൻ ടു സിങ് എ സോങ്. അവർ ഒരു പാട്ട് പാടാൻ തുടങ്ങി. ആൻഡ് മോർ ലൈൻസ് ടു ദി സോങ്. നിങ്ങൾ കൂടുതൽ ലൈനുകൾ ഈ സോങ്ങിന് കൂട്ടിച്ചേർക്കണം. ഹിൻസ് ഇൻ ദി ബോക്സ് വിത്ത് ഹെൽപ്പ് യു വിൽ ഹെൽപ്പ് യു. ഈ അടിയിൽ ബോക്സിൽ കൊടുത്ത വാക്കുകൾ ഒരു പക്ഷേ നിങ്ങളെ ഈ വരികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി സഹായിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വരി നമുക്കൊന്ന് വായിച്ചു നോക്കാം. കമോൺ ഗേൾസ് ആൻഡ് ബോയ്സ്. ഗേൾസും ബോയ്സും വരൂ. വി ക്യാൻ ഗോ ടു ദി ഗ്രൗണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഗ്രൗണ്ടിലേക്ക് പോകാം. ജോയിൻ വിത്ത് യുവർ ബാൾ. നിങ്ങളെ ബോൾ എടുത്തോളൂ. ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ. നമുക്ക് ഫുട്ബോൾ കളിക്കാം എന്നാണ് പറയുന്നത്. ബോക്സിൽ കൊടുത്തത് ക്രിക്കറ്റ്, സ്കിപ്പിംഗ് എന്നുള്ള 2 വാക്കുമാണ്. ഇത് നമുക്കറിയാം. അങ്കിൾ ടോമും അതുപോലെ തന്നെ ആണ്ട് ബെറ്റിയുടെയും പിന്നെ നൈബറായിരുന്നു സാമും ലിസിയും ഒക്കെ. അവർക്ക് ആ വീട്ടിൽ പോയപ്പം ഒരുപാട് ചങ്ങാതിമാരെ കിട്ടി. അങ്ങനെ അവർ കളിക്കാൻ ഒരുങ്ങുകയാണ്. ആ കളിക്കാൻ ഒരുങ്ങുന്ന സംഗതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ വരികൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ 2 കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വരികൾ ചേർക്കുമ്പോൾ പിന്നെ ഒരു 4 വരിയിലധികം എന്തായാലും ചേർക്കണം. ഓരോ വരിക്കും ഓരോ മാർക്കാണ്, ഓരോ പോയിന്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ റിതം, അതിൻ്റെ താളം കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം വരികൾ ചേർക്കേണ്ടത്. ഇവിടെ ഒരു താളമുണ്ടല്ലോ, കം ഓൺ ഗേൾസ് ആൻഡ് ബോയ്സ്. ഇതൊരു താളമാണ്, റിതമാണ്. ഈ റിതം കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം അടുത്ത 4 4 8 വരികൾ എഴുതേണ്ടത്. ഏറ്റവും ചുരുങ്ങിയത് 4 ലൈൻസ് എഴുതണം. നമുക്ക് 8 10 വരികളൊക്കെ എഴുതാം. ഈ വരികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രയും വരികൾ വേണമെങ്കിൽ. ഇവിടെ 8 വരി എഴുതാനുള്ള ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ 4 വരികൾക്ക് ഏറ്റവും ചുരുങ്ങിയത് എഴുതണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യം ആഡ് മോർ ലൈൻസിൽ ശ്രദ്ധിക്കണം. ഒന്ന്, താളം തെറ്റാതെ എഴുതണം. 4 വരികൾ എഴുതണം. അതുപോലെ തന്നെ ആക്ഷനും അതുപോലെ തന്നെ റിതമൊക്കെ നന്നായിരിക്കണം എന്നർത്ഥം. ഇനി നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്, ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ക്രിക്കറ്റും അതുപോലെ തന്നെ സ്കിപ്പിങ്ങുമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ലൈൻസ് ഇവിടെ കം തുടങ്ങാണ്. കം ഓൺ ഗേൾസ് ആൻഡ് ബോയ്സ്. ഒന്നാമത്തെ വരിയിൽ അതേമാതിരി ആദ്യത്തെ വരി പോലെ തന്നെ എഴുതാം. കം ഓൺ ഗേൾസ് ആൻഡ് ബോയ്സ്. വി ക്യാൻ ഗോ ടു ദി ഗ്രൗണ്ട്. നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോകാം. രണ്ടാമത്തെ വരിയും അങ്ങനെ തന്നെ ആകാം. ജോയിൻ വിത്ത് യുവർ ബാൾ എന്നതിന് പകരം ജോയിൻ വിത്ത് യുവർ ബാറ്റ് എന്നാക്കിയാൽ ക്രിക്കറ്റിന് യോജിച്ചതാകും. ജോയിൻ വിത്ത് യുവർ ബാറ്റ്. ലെറ്റ്സ് പ്ലേ ക്രിക്കറ്റ്. ലെറ്റ്സ് പ്ലേ ക്രിക്കറ്റ്. നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. അതുകൊണ്ട് നിങ്ങൾ ബാറ്റ് എടുത്ത് വരൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്കിപ്പിങ്ങിനാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ കമോൺ ഗേൾസ് ആൻഡ് ബോയ്സ്. വി ക്യാൻ ഗോ ടു ദി ഗ്രൗണ്ട്. ജോയിൻ വിത്ത് യുവർ റോപ്പ്. നിങ്ങൾ ആ വള്ളി ചാട്ടത്തിന് ചാടുന്ന സ്കിപ്പിന് എടുക്കുന്ന വള്ളി ഉണ്ടല്ലോ, അതെടുത്തോളൂ. ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ എന്നതിന് പകരം അവിടെ സ്കിപ്പിംഗ് എന്നാക്കി മാറ്റാം. ലെറ്റ്സ് പ്ലേ സ്കിപ്പിംഗ്. ഇങ്ങനെ നമുക്ക് 4 8 ഒക്കെ വരികൾ എത്ര വേണമെങ്കിലും നമുക്ക് എഴുതി ചേർക്കാം. ഒരൈഡിയ, ക്ലാസ്സിൽ പലപ്പോഴും കുട്ടികൾ വരികൾ ചേർത്ത് എഴുതി പഠിച്ചിട്ടുണ്ട്. ഒരൈഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രവർത്തനം ഫുൾ പോയിന്റോട് കൂടി 5 മാർക്കോട് കൂടെ തന്നെ കുട്ടികൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. അടുത്തത് ആക്ടിവിറ്റി 3 ആണ്, 3 ഡിസ്ക്രിപ്ഷൻ, വിവരണം എഴുതാനാണ് പറയുന്നത്. നമുക്ക് താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഒരു പ്ലേ ഗ്രൗണ്ടിൻ്റെ ചിത്രമാണ്. ഈ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാകും പ്ലേ ഗ്രൗണ്ടിൻ്റെ ചിത്രമാണ്. താഴെ ഏതാനും വേർഡ്സുകളും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ച് നോക്കുക. സ്കിപ്പിംഗ്, ഫുട്ബോൾ, മങ്കി, ഗ്രാസ്, ട്രീസ്, ക്ലൈംബിംഗ്, പ്ലേയിങ്. ഇത്രയും വേർഡ്സുകളും കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വായിച്ച് നോക്കുക. സാം, ലിസി ആൻഡ് ദർ ഫ്രണ്ട്സ് വെൻ ടു ദി പ്ലേ ഗ്രൗണ്ട്. സാമും ലിസിയും പ്ലേ ഗ്രൗണ്ടിലേക്ക് ചെന്നു. ദർ വേർ മെനി ചിൽഡ്രൻ. അവിടെ ധാരാളം കുട്ടികളുണ്ടായിരുന്നു. ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. ഈ ചിത്രം നോക്കിയിട്ട് അതിൻ്റെ വിശദീകരണം, അവിടെ എന്തൊക്കെ ഉള്ള കാര്യങ്ങൾ എന്ന് ഇവിടെ എഴുതണം എന്നാണ് പറഞ്ഞത്. നേരത്തെ അവർ പാട്ടുപാടി കളിച്ചു, പാട്ട് പാടുകയായിരുന്നു. കളിക്കാൻ പോകാമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് കളി ഗ്രൗണ്ടിലേക്കാണ്. അപ്പോൾ നമുക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സുകളും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ
ഈ പിക്ചറിനെ ഒന്ന് ഡിസ്ക്രിപ്ഷൻ നടത്തണം, ഒരു വിവരണം നടത്തണം. അങ്ങനെ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളാണ് പറയുന്നത്. ഈ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾക്കായിരിക്കും മാർക്ക് അധ്യാപകർ ഇട്ട് കൊടുക്കുക. ഒന്ന്, അതിലെ ഒബ്ജക്ട്സുകൾ, ഈ പിക്ചറിൽ കാണുന്ന ഒബ്ജക്ട്സുകളിലും അതുപോലെ തന്നെ അതിൻ്റെ ആക്ഷൻസുകളും സിമ്പിൾ സെൻറ്റൻസിൽ വിശദീകരിക്കണം. ഇതിലുള്ള പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഒബ്ജക്ട്സുകളും ഒക്കെ പിന്നെ വരണം എന്നർത്ഥം. ട്രീ വരണം, അതുപോലെ തന്നെ ഇവിടെ സ്കിപ്പിംഗ് ഉണ്ടെങ്കിൽ റോപ്പ് സ്കിപ്പിംഗ് വരണം, എന്താണ് ചെയ്യുന്ന കറക്കൊക്കെ വരണം. അതുപോലെ തന്നെ അതിന് 2 മാർക്ക് കൊടുക്കും. അതിൻ്റെ വൈവിധ്യത്തിന് 2 മാർക്ക് കൊടുക്കും. അങ്ങനെ വ്യത്യസ്ത സെൻറ്റൻസുകൾ എഴുതിയാൽ 2 പോയിന്റ് കൊടുക്കും. അങ്ങനെ 4 പോയിന്റ്. അതായത് ഇതിൻ്റെ ഒബ്ജക്റ്റുകൾ മുഴുവൻ കടന്നു വരികയും വ്യത്യസ്ത സെൻറ്റൻസുകളും കൂടി ആകുമ്പോൾ 4 പോയിന്റുകൾ കിട്ടും. അതുപോലെ തന്നെ ഈ ഐഡിയ ക്രമമനുസരിച്ച് സീക്വൻസ് അനുസരിച്ച് എഴുതുകയാണെങ്കിൽ 1 പോയിന്റും. അങ്ങനെ 5 പോയിന്റ് ആയിരിക്കും ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക സാധാരണ. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതണം, ബന്ധപ്പെട്ട കാര്യങ്ങളെ എഴുതാൻ പാടുള്ളൂ എന്നർത്ഥം. ഇനി നമുക്ക് ചെറിയൊരു വിവരണം ഒന്ന് പറഞ്ഞു നോക്കാം. കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതട്ടെ, ഞാനൊരു വിവരണം പറയുന്നു എന്നേ ഉള്ളൂ. ദർ ഇസ് എ പ്ലേ ഗ്രൗണ്ട്. ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ദർ ആർ മെനി ചിൽഡ്രൻ പ്ലേയിങ് ഇൻ ദി ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ എഴുതാം. ഒരുപാട് കുട്ടികൾ ഈ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്. ഇതിൽ ചില വാക്കുകളൊക്കെ കടന്നു വരുന്നുണ്ടല്ലോ അല്ലേ. നമ്മൾ പ്ലേയിങ് കടന്നു വന്നു. അതുപോലെ തന്നെ ദർ ഈസ് എ മങ്കി ക്ലൈംബിങ് ഓൺ ദി ട്രീ. ഇവിടെ ഒരു മങ്കി എന്ത് ചെയ്യുന്നുണ്ട്, ക്ലൈംബ് ചെയ്യുന്നുണ്ട്. ഇവിടെ മരത്തുമ്പിൽ ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ വാക്കുകൾ, മങ്കി വന്നു, അതുപോലെ തന്നെ ട്രീസ് വന്നു, ക്ലൈംബിങ് വന്നു, 3 വേർഡ്സും അവിടെ വന്നു, അങ്ങനെ ഉൾപ്പെട്ടു. അതുപോലെ തന്നെ ദർ ആർ 2 ഗേൾസ് സ്കിപ്പിംഗ് ഇൻ ദി ഗ്രൗണ്ട് അല്ലേ. 2 കുട്ടികൾ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സം ബോയ്സ് ആർ പ്ലേയിങ് ഫുട്ബോൾ. കുറച്ച് ആളുകൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ദർ ആർ ഗ്രാസ് ഇൻ ദി ഗ്രൗണ്ട്. ഗ്രാസ് ഇവിടെ പദങ്ങളുണ്ടല്ലോ. അപ്പം ഈ ഗ്രൗണ്ടിൽ പുല്ലുകളുണ്ട്, ഗ്രാസ് ഉണ്ട് എന്ന് നമുക്ക് ചേർക്കാം. ഇതുപോലെ തന്നെ കുട്ടികൾ ഇനിയും ഈ കുട്ടികൾ ബാറ്റ് കളിക്കുന്ന എഴുതാം, ഒരു കുട്ടി സ്വിങ് ഊഞ്ഞാലാടുന്ന എഴുതാം, അതുപോലെ തന്നെ ഇവിടെ ഒരു വീടുണ്ട് എന്ന് എഴുതാം, ഒക്കെ എഴുതാം. ഇവിടെ റോക്കുകൾ ഉണ്ടെന്ന് എഴുതാം. എന്താണോ കുട്ടിക്ക് കിട്ടുന്നത്, ഇവിടെ ഫ്ലവർ ഉണ്ട് എന്ന് എഴുതാം, പ്ലാന്റ് ചെടി ഉണ്ട് എന്ന് എഴുതാം, ഒക്കെ എഴുതാം. കുട്ടിക്ക് എന്താണോ കിട്ടുന്നത് ചെറിയ സെൻറ്റൻസിൽ അവർ വിശദീകരിച്ച് എഴുതുകയാണെങ്കിൽ അതിന് മാർക്കുണ്ട്. അപ്പോൾ എഴുതേണ്ട രീതി ഞാൻ പറഞ്ഞു. എല്ലാ ഒബ്ജക്റ്റുകളും കടന്നു വരണം, ആക്ഷൻസും കടന്നു വരണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മാർക്ക് ഫുള്ളായിട്ട് ഇതിന് ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ നമുക്ക് ആക്ടിവിറ്റി 3ക്കും ഫുൾ 5 പോയിന്റ് വാങ്ങിയിട്ട് എ ഗ്രേഡ് വാങ്ങാൻ സാധിക്കും. അടുത്ത പ്രവർത്തനം ആക്ടിവിറ്റി 4 ആണ്. ആക്ടിവിറ്റി 4ൽ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ലുക്ക് ആൻഡ് റൈറ്റ്. നോക്കുക എന്നിട്ട് എഴുതുക എന്നാണ് പറഞ്ഞത്. അതായത് താഴെയുള്ള ചിത്രങ്ങൾ നോക്കുക എന്നിട്ട് എഴുതുക എന്നാണ് പറഞ്ഞത്. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്. താഴെയുള്ള ചിത്രങ്ങൾ നോക്കൂ. വാട്ട് ആർ ദേ ഡൂയിങ്. അവരെന്താണ് ചെയ്യുന്നത്. റൈറ്റ് ദർ ആക്ഷൻസ് ഇൻ ദി ഗിവൺ സ്പേസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്പേസിൽ ഒഴിവുള്ള സ്ഥലങ്ങളിൽ ഇവിടെ ആക്ഷൻസ് എഴുതണം. യൂസ് ദി കറക്റ്റ് ഫോം ഓഫ് വേർഡ്സ് ഗിവൺ ഇൻ ദി ബോക്സ്. അതെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ബോക്സിൽ കൊടുത്ത വേർഡ്സിന്റെ കറക്റ്റ് ഫോം ചേർത്ത് എഴുതണം എന്നാണ്. 1 ഹാസ് ബീൻ ഡൺ ഫോർ യു. ഒരു എക്സാമ്പിളിന് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കണേ. ഇവിടെ ഉള്ള ആദ്യം ഈ ചിത്രം നോക്കുക. എന്നിട്ട് അതിന് നേരെ കത്ത ഓണ്ട് ഈസ് ഗിവിങ് ജ്യൂസ് ടു സാം ആൻഡ് ലിസി എന്നാണ്. സാമിനും ലിസിക്കും ഓണ്ട് ജ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഗിവിങ് എന്ന് പറഞ്ഞാൽ ING ഫോമാണ് ഇവിടെ ചേർത്തത്. കൊടുക്കുന്നു, നൽകുന്നു എന്നാണ് അർത്ഥം. ഇവിടെ ബോക്സിൽ ഗിവ് എന്നാണുള്ളത്. ആ ഗിവിൻ്റെ കൂടെ ഒരു ING കൂടി ചേർക്കുമ്പോൾ ഗിവിങ് എന്നായി മാറും. ഈ മോഡലിലാണ് താഴെയുള്ള സെൻറ്റൻസുകളും പൂർത്തിയാക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കൂ. ദ ഡ്രമ്മർ ഈസ് ഡാഷ് ദി ഡ്രം എന്നാണ്. ഇവിടെ ബീറ്റ് എന്ന് അടിക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതിങ്ങോട്ട് മാറ്റി എഴുതുമ്പോൾ ദ ഡ്രമ്മർ ഈസ് ബീറ്റിംഗ് ദി ഡ്രം. ഡ്രം അടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. അതുപോലെ തന്നെ 2 ചിൽഡ്രൻ ആർ ഡാഷ് ജ്യൂസ്. ഇവിടെ ഡ്രിങ്ക് ആണ്, അവർ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഡ്രിങ്ക് എന്നാണ് കുടിക്കുക എന്നാണ്. ഇവിടെ എത്തുമ്പോൾ കുടിക്കുന്നു എന്നാവും. 2 ചിൽഡ്രൻ ആർ ഡ്രിങ്കിങ് ജ്യൂസ്. അടുത്തത് ഒരു ഗേള് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വള്ളിച്ചാടുന്നത്. അപ്പോൾ സ്കിപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പം അത് വർക്കിംഗ് ആയതുകൊണ്ട് സ്കിപ്പിംഗ് എന്നാക്കണം. ദ ഗേൾ ഈസ് സ്കിപ്പിംഗ് എന്നെഴുതിയാൽ അത് പൂർത്തിയാകും. അതുപോലെ തന്നെ സ്ക്യുറൽ ഈസ്
ക്ലൈംബ് കയറുക എന്നുള്ള ക്ലൈംബാണ്, ക്ലൈംബിങ് എ ട്രീ, ക്ലൈംബിങ് എ ട്രീ. അതുപോലെ തന്നെ ദ മാൻ ഈസ് ഇവിടെ കൊടുത്ത് ഡ്രൈവാണ്, ഡ്രൈവിങ് എ കാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ അതിൻ്റെ കറക്റ്റ് ഫോം ഉപയോഗിച്ച് എഴുതിയാൽ നമുക്ക് ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ കറക്റ്റ് ഫോം, ആക്ഷൻ വേർഡിൻ്റെ കറക്റ്റ് ഫോമാണ് ചേർത്തത് എന്നുണ്ടെങ്കിൽ അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ING വരുന്ന കറക്റ്റ് ഫോമാണ് ചേർത്തതെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ മാർക്കാണ്. ഇവിടെ 5 എണ്ണാണ് പൂർത്തിയാക്കാനുള്ളത്, ഓരോന്നിനും ഓരോ മാർക്കുണ്ട്. വെരി സിമ്പിളാണ് ഈ വർക്ക്, ഫുൾ എ ഗ്രേഡ് വാങ്ങാവുന്ന വർക്കാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ കിട്ടാവുന്നതാണ്. ഈ രീതിയിലുള്ള വർക്കുകൾ ഇനിയും വരും കാലങ്ങളിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ ചോദ്യത്തിലെ അവസാനത്തെ ആക്ടിവിറ്റി 5 ആണ്. ആക്ടിവിറ്റി 5 ഒന്ന് വായിച്ചു നോക്കാം. സൗണ്ട് ഓഫ് ആനിമൽസ് എന്നാണ്, ആനിമൽസിൻ്റെ സൗണ്ട് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ കിങ് ഇൻവൈറ്റഡ് ദി കാറ്റ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ടു ദി പാലസ്. കിങ് കാറ്റിനെയും അവൻ്റെ ഫ്രണ്ട്സിനെയും പാലസിലേക്ക് ക്ഷണിച്ചു. ദേ വെന്റ് വൺ ബൈ വൺ ആൻഡ് മെയ്ഡ് ദെയർ സൗണ്ട്സ് അറ്റ് ദി പാലസ് ഗേറ്റ്. അവർ ഓരോരുത്തരായി വന്നിട്ട് പാലസ് ഗേറ്റിൽ നിന്ന് ശബ്ദമുണ്ടാക്കി. ഐഡന്റിഫൈ ദി ആനിമൽസ് ഫ്രം ദെയർ സൗണ്ട്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദി ബോക്സ് എന്നാണ്. ആ ശബ്ദമുണ്ടാക്കുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തത്. ആ ശബ്ദമുണ്ടാക്കുന്ന ജീവികളെ പേര് കണ്ടെത്തിയിട്ട് ഇവിടെ എഴുതാനാണ് പറഞ്ഞത്. സിമ്പിളായ പ്രവർത്തനമാണ്. ഈ ജീവികളുടെ ഒന്ന് മ്യൂ, ഒന്ന് റോർ, ഒന്ന് ബാർക്ക്, ഒന്ന് നീ, ഒന്ന് ബേ, ഇത്രയും സൗണ്ടാണ് ഉള്ളത്. 5 സൗണ്ട്. ഈ 5 സൗണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, 5 സൗണ്ടിനെയും കണ്ടെത്തി എഴുതിയാൽ 5 പോയിന്റാണ്. കറക്റ്റ് നെയിമും ഇതിൻ്റെ പേര് എഴുതുകയാണെങ്കിൽ അവരെ ക്ലൈൻ്റെ നേരെ സൗണ്ടിൻ്റെ നേരെ എഴുതുകയാണെങ്കിൽ 5 പോയിന്റ്. അതായത് ഓരോന്നിനും ഓരോ പോയിന്റ് ലഭിക്കും. അതാണ് ഇതിൻ്റെ പ്രവർത്തനം. 5 മാർക്ക് കിട്ടുന്ന എ ഗ്രേഡ് സിമ്പിളായിട്ട് വാങ്ങാൻ കഴിയുന്ന പ്രവർത്തനമാണ്. നമുക്ക് ഒന്നാമത്തെ സൗണ്ട് വെക്കാം. മ്യൂ എല്ലാവർക്കും അറിയാം. ആദ്യം വന്നത് കാറ്റാണ്. അപ്പോൾ കാറ്റ് തന്നെയാണ് മ്യൂ സൗണ്ട് കാറ്റിൻ്റെതാണ്. അത് റോർ മീൻസ് ലയൻ്റെ സൗണ്ടാണ്. ലയൻ്റെ സൗണ്ടിന് പറഞ്ഞ് റോർ എന്നാണ്. അപ്പോൾ ലയൺ എന്നിവിടെ എഴുതാം. അത് ബാർക്ക് ചെയ്ത് ഡോഗാണ്, ഡോഗ് എന്നിവിടെ എഴുതാം. അതുപോലെ നീ എന്നുള്ളത് ഹോഴ്സിൻ്റെ സൗണ്ടാണ്, ഹോഴ്സിൻ്റെ സൗണ്ടിനാണ്. അപ്പോൾ ഹോഴ്സ് എന്ന് എഴുതാം. അത് ബ്രേ എന്നത് ഡാങ്കിയുടെ കഴുതയുടെ ശബ്ദത്തിനാണ് ബ്രേ എന്ന് പറയാറുള്ളത്. ഈ ജീവികളുടെ പേര് ഇവിടെ എഴുതിയാൽ 5 പോയിന്റ് ലഭിക്കും. പിന്നെ ബി രണ്ടാമത്തെ ആക്ടിവിറ്റി ഇവിടെ കൊടുത്തത് ഡ്രോ എനി 2 ആനിമൽസ് ആൻഡ് കളർ ദം എന്നാണ്. ഇത് പ്രത്യേകം കൊടുത്തത് നോൺ ഇവാലുവേറ്റീവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് മാർക്ക് കിട്ടുന്ന പ്രവർത്തനമല്ല. ഏതെങ്കിലും ഇതിൽപ്പെട്ട 2 ജീവികളുടെ ചിത്രം ഇവിടെ വരച്ചിട്ട് കളർ ചെയ്യാനാണ് പറഞ്ഞത്. അത് കുട്ടികൾ കളറിങ് കഴിവ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ആക്ടിവിറ്റി. അത് മാർക്ക് ഇടുന്നതിന് മാർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പ്രവർത്തനത്തിന് മാത്രമേ 5 പോയിന്റ് ലഭിക്കുകയുള്ളൂ. ഈസി ആയിട്ട് ഇതിനും നമുക്ക് 5 പോയിന്റ് വാങ്ങാം. അങ്ങനെ ഇംഗ്ലീഷ് മുഴുവൻ പ്രവർത്തനങ്ങൾക്കും എ ഗ്രേഡ് വാങ്ങാവുന്ന ചെറിയ സിമ്പിളായിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. വരും കാലങ്ങളിലുള്ള ക്വസ്റ്റ്യൻസും ഇത്തരത്തിലുള്ള ഏകദേശം ഈ പ്രവർത്തനങ്ങളൊക്കെ വരുന്ന ആക്ടിവിറ്റീസ് തന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇതൊരു മോഡൽ ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ വിവരണം ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക.